ഇതെന്താ എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ പലരും ജീവിതത്തിൽ പല ഘട്ടത്തിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഫ്രണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാതാകുന്നു. വീണ്ടും വീണ്ടും എൻ്റെ പേരൻസോ റിലേറ്റീവ്സോ പാർട്ട്ണറോ ഒക്കെ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാതെ വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ഒരു റൂട്ട് കോസിലേക്ക് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമ്മളെല്ലാവരും അറ്റാച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, എസ്പെഷ്യലി നമ്മുടെ പേരൻസ്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടി കരയുമ്പോൾ പേരൻസ് വന്ന കുട്ടീനെ സമാധാനിപ്പിക്കുന്ന ഒരു ആഗ്രഹം എല്ലാ കുട്ടികൾക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ ഒരു കരയുന്ന കുട്ടിക്ക് സപ്പോർട്ടിന് പേരൻസ് ഇല്ലാതെ വന്നാലോ, എത്രമാത്രം ഒറ്റപ്പെടലും ഭയവും വല്ലാത്ത ഒരു അവസ്ഥ ആ കുട്ടിക്ക് അനുഭവപ്പെടും. ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇങ്ങനെ ചെറുപ്പത്തിൽ ഒരു നല്ല അറ്റാച്ച്മെൻറ്റ് രൂപപ്പെട്ടിട്ടില്ലാത്ത, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലാത്ത ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ എപ്പോഴും ഒരു കെയറിന് വേണ്ടിയിട്ടുള്ള, ഒരു അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ് അവരിൽ നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും സ്നേഹിക്കപ്പെടാനൊരു ഇഷ്ടമുണ്ട് അവർക്ക് ഒരാളെ, ഒരു സുഹൃത്തിനോട് നോ പറഞ്ഞാൽ അവർക്ക് ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള വല്ലാത്ത ഫിയർ അവർക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് മാക്സിമം നോ പറയുന്നതിൽ നിന്നും അവർ പുറകോട്ട് നിൽക്കും. അതുപോലെ തന്നെ പലപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അവർക്ക് ഈ വ്യക്തി അവർക്ക് പറ്റുന്ന ആളാണോ എന്ന് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള സമയം പോലും അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫീലിങ്ങിൽ പലപ്പോഴും ആൾക്കാരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ ചിലപ്പോൾ ഒരു എടുത്തുചാട്ടത്തിൽ, അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയത്തിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും മുന്നോട്ട് പോകുമ്പോൾ അത് പറ്റുന്നില്ല എന്ന് കാണുന്ന ഒരു അവസ്ഥയും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എടുത്തുചാട്ടം, അതുപോലെ നോ പറയാതിരിക്കുക, ഒരുപാട് സഫർ ചെയ്യുന്ന അവസ്ഥകൾ അറ്റാച്ച്മെൻറ്റിൻ്റെ കുറവ് കൊണ്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് ഫാമിലീസിലുള്ള ഈ അറ്റാച്ച്മെൻറ്റ് പാറ്റേണിനെയോ ഈ ഫാമിലി പ്രോബ്ലത്തിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറമായിരിക്കും അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോഴായിരിക്കും അവിടെ കുറച്ചെങ്കിലും ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ പോലുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു വിധത്തിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത, സ്ലോലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും പല ഫാമിലീസിലും നടക്കുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനെ പറ്റി ഒരുപാട് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ പല ഇമോഷണൽ പ്രോബ്ലംസും അതിൻ്റെ പരിഹാരം എന്നുള്ളതുപോലെ എത്തിച്ചേരുന്നത് സെൽഫ് കമ്പാഷൻ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിലേക്കാണ്. പലപ്പോഴും നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമുക്ക് പ്രാധാന്യം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരാൾക്ക് നമ്മൾ അമിതമായുള്ള പ്രാധാന്യം കൊടുത്ത് അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടതും. കാരണം ഒരുപാട് സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ച് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി പോവുകയും സ്ട്രെസ്ഡ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലതെന്നാണ് പല ആൾക്കാരെയും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. സ്വയം സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു നല്ല രീതിയിൽ ഇമോഷണലി സ്റ്റേബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇത് പലപ്പോഴും നമ്മൾ പ്രാക്ടീസിലൂടെ നേടേണ്ടി വരും. എസ്പെഷ്യലി ഫാമിലി പ്രോബ്ലംസിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകൾ, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള ആളുകൾ ഒരു വളരെ നാളത്തെ ട്രെയിനിങ് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിനെയും വളരെ നാളത്തെ ട്രെയിനിങ്ങിലൂടെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ കമ്പാഷനേറ്റ് ആയിട്ടിരിക്കാനും ഡെയിലി നമ്മളോട് വളരെ കൈൻഡായിട്ട് സംസാരിക്കാനും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമ്മളൊരു ശീലമാക്കിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ എല്ലാ ദിവസവും അതിനായിട്ട് സമയം കണ്ടെത്തി മാറ്റി വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇമോഷൻ പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് കുറേ സമാധാനം കിട്ടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കുമേ. അപ്പോൾ ഈ സമയങ്ങളിൽ ഇത് റിപ്പീറ്റഡ്ലി കേട്ടാൽ ഇത് സത്യമാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷെ അതിനപ്പുറം ഇതിൻ്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവർ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇവരുടെ എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലം കൊണ്ട് അവർ പറയുന്നതായിരിക്കും, നിന്നെക്കൊണ്ട് ഇതുവല്ലം പറ്റുന്നുണ്ട് തോന്നുന്നുണ്ടോ.
അപ്പോൾ നമ്മൾ തന്നെ ലോജിക്കലി ആലോചിച്ച് നോക്കണം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും വാല്യൂ ഉണ്ട്, നമുക്കും എന്തെങ്കിലും വാല്യൂ ഉണ്ടാവും. അതിനെപ്പറ്റി ചിന്തിക്കുക. ഇപ്പോൾ സ്വയം ബ്ലെയിം ചെയ്യാൻ നമുക്ക് ടെൻഡൻസി ഉണ്ടെങ്കിൽ കുറച്ച് കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കുറേ ഇമോഷണലി ശരിയാവാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ സ്വയം കരുണയോടെയും മറ്റുള്ളവർ പറയുന്ന എല്ലാ വാചകങ്ങളെയും അത്രത്തോളം നമ്മൾ വിശ്വസിക്കാതെ അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കാര്യമുണ്ടെന്ന് തോന്നിയാൽ നമ്മളതിനെ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വിട്ട് കളയാനുമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാക്ടീസ് പോലെ എടുത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ ഈ പറയുന്ന എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ റിപ്പീറ്റഡ്ലി ഇത് വരുന്നതെന്നുള്ളതിൻ്റെ ആൻസർ നമ്മൾ നോ പറയാനായിട്ട് കുറച്ച് ശീലിക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഭയം കൊണ്ട് ഒരാളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് എടുത്തു ചാടി നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അങ്ങനെ കുറച്ചുകൂടെ അതൊക്കെ കുറച്ച് ആൻസൈറ്റി കുറച്ച് കൊണ്ടുവന്ന് നമ്മളെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം.